ഹലോ, അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. എന്നെ പരിചയമില്ല, ഞാൻ ജാസിർ എൽസിയാണ്. നമ്മളിപ്പോ എയർപോർട്ടിൽ നമ്മളെ മാണിക്കക്കല്ല് നമ്മളെ അനിയം മൂസർ വരുന്ന സന്തോഷത്തിലാണ്. അതിന്റെ എല്ലാമാണ് പിന്നെ മൊബൈലിന്റെ എല്ലാ എ ടു സെറ്റ് മറ്റേ മൊബൈൽ ഷോപ്പ് അല്ല ഇന്നലെ പറഞ്ഞ എ ടു സെറ്റ് എന്ന് പറഞ്ഞാല് അവന്റെ കഴിവിനെ അവര് മനസ്സിലാക്കിയെന്ന് വെച്ചാല് മൊബൈൽ ഷോപ്പിലും അത് മറ്റുള്ള ആൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കുറെ, അതായത് ഫീച്ചേഴ്സ്, അതായത് നമ്മുടെ എന്താ പറയാൻ നബില, അതായത് ആപ്പിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ സെറ്റിങ്സ്, കാര്യങ്ങളെല്ലാം അവരെ കൊണ്ട് പറ്റും. എന്റെ മൊബൈലിന്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ നമ്പർ പോലും പല കാര്യങ്ങളും ഗൂഗിളും ആയാലും എന്ത് കാര്യങ്ങളും ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അവ പോയതോടെ ഞാൻ ഒറ്റപ്പെട്ട്, മറ്റേ പെങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായതാണ്. അപ്പോൾ ഇതേപോലത്തെ യൂട്യൂബ് ചാനൽ ഇറങ്ങിയിട്ട് അവന് ഭയങ്കര നല്ല അടിപൊളിയായിട്ടെല്ലാം എല്ലാം ചെയ്യുന്ന കാര്യം. അവള് ഒറ്റപ്പെട്ട പോലെ ഇപ്പൊ ഇന്ന് വരുന്നുണ്ട്. മാഷാ അല്ലാഹ്. എനിക്ക് വളരെ നമ്മളിപ്പോ എയർപോർട്ടിലേക്ക് കൂട്ടിപ്പോ നമ്മളിപ്പോ വടകരെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കോട്ട് ഇപ്പോ ഫിൽസ കുട്ടിന്റെ ഇടാ ഡ്രൈവ് ചെയ്യുന്ന നല്ല എക്സ്പെർട്ട് ഡ്രൈവറാണ്. ഞാനാണ് ഗുരു, അല്ല ഞാനല്ല ഗുരു, ശരിക്കും സെറ്റ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. മുത്തുമണികളാണ് എല്ലാം. ഫിൽസ കുട്ടിക്ക് ചിറ്റുന്നതിന് ഭാവിയില്ല ഗുരുവാണ്ടത് ഞാൻ ഫിൽസ കുട്ടിയെ ഡ്രൈവ് പഠിപ്പിക്കും. 18 വയസ്സ് ആയാലും എന്തായാലും മാഷാ അല്ലാഹ് അല്ലെ. അവരെല്ലാരും ഡ്രൈവ് പഠിപ്പിച്ച് ഞാനാ ഉഷാറ. നമ്മൾ ആമാന്ന് പറഞ്ഞാൽ മുത്തും കണ്ട മാണിക്കല്ലേ നമ്മളെല്ലാം. എന്റെ ഡ്രൈവിംഗിന്റെ ലൈസൻസ് മുതൽ എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ ഈ ലൈസൻസും ഡ്രൈവർ ആകാനും ഈ ലെവലിൽ എത്താനും ഞാൻ ഫേമസ് ആകാനും ഡ്രൈവിംഗ് ടീച്ചർ അല്ലേ. കുറച്ച് പിന്നെ സ്ലോയിൽ പോണോ. നിന്റെ പ്രായത്തിൽ നമ്മൾ വലിയ സ്പീഡിൽ പോയി. പിന്നത്തെ കുഴപ്പം നീ ആവേശമാക്കണ്ട, മെല്ലെ പോയാൽ മതി. നീ നല്ല ആകാത്തോണ്ടല്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യാം, നമ്മളിപ്പോ ഒരു വണ്ടിന് ഗ്യാപ്പ് പിടിച്ചിട്ട് പോകുമ്പോ നമ്മളെന്ന് വെച്ചാൽ അങ്ങനെ. അത് ശരി, വയസ്സന്മാർക്ക് വേറെ ഡ്രൈവിംഗ്, ചെറുപ്പക്കാർക്ക് വേറെ ഡ്രൈവിംഗ്. നമ്മളെ ഡ്രൈവ് ചെയ്തില്ല. ആൾക്കാർ അറിയില്ല, വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. എന്ത് കുറച്ച് വണ്ടി ഇപ്പൊ നിന്റെ മുമ്പ് നേരത്തെ ഉറങ്ങി എന്തുകൊണ്ടാ ഞാൻ ഡ്രൈവ് ചെയ്ത് ഉറക്കുന്നുണ്ടാ നീ എന്താ നബീലെ പറയുന്നത്? നമ്മളിപ്പോ ഒരു ഡ്രൈവിംഗ് നമ്മൾ കൂളായിട്ട് കുറെ ആളായിട്ട് കുറെ നല്ല ഇതിൽ ഡ്രൈവ് ചെയ്യും, അറിയാത്ത രീതിയിൽ. നീ എന്താ നബീലെ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇല്ലാതെ മര്യാദക്ക് ഡ്രൈവിംഗ് അറിയോ? ഇതെല്ലാരും ഇങ്ങനെ മറ്റേ നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എഫക്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ റൊട്ടേഷൻ ആയതാ. നമ്മളങ്ങനല്ല. നമ്മള് ഈ വണ്ടിയിൽ ഇരിക്കും. നമ്മളിപ്പോ ഓടിക്കുമ്പില്ലേ, നമ്മൾ ഓടിക്കുമ്പോ നമുക്ക് അത് അറിയാൻ പറ്റൂല. അല്ല, നമ്മളിപ്പോ ഓടിക്കുമ്പോ നമ്മൾ ഗിയർ മാറ്റുമ്പോ കച്ചോട്ടുമ്പോ നമ്മൾ ഓടിക്കുന്നവർക്ക് മനസ്സിലാവില്ല. വണ്ടിയിൽ ഇപ്പൊ ഇരിക്കുന്നവർക്ക് ബാക്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആവും. അങ്ങനെ ആകരുത്. നമ്മള് പുഴയില് തൂങ്ങി ഒഴുകുന്ന പോലത്തെ ഡ്രൈവിംഗ് ആയിരിക്കും. അത് വേണമെന്ന് പറ്റില്ല. അത് നീ സ്പീഡിൽ പോയി പോണ്ടെന്നല്ല, അത് മയത്തിൽ കൊണ്ടുവരുക ആവശ്യമുള്ളത്. ഓക്കെ, ശരി. ഓട്ടോറിക്ഷനെ ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാ? ഓട്ടോനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് സ്ഥലം തരുന്നല്ലോ. ഡ്രൈവിംഗ് അല്ല, പോണി ഡ്രൈവിംഗ് ആണ് പറയാ. കുഴപ്പമൊന്നുമില്ല. തോണിയിൽ പോകുന്ന പോലെ വെള്ളത്തിൽ ഒഴുകി പോകുന്ന പോലെ പോകണം. ഇവിടെ സ്കോളർഷിപ്പിന് ഫസ്റ്റ് കിട്ടിയാ എന്താണ് പറയുന്നത്? ചിരിക്കാണ് കിടകിടാച്ചി. അവിടെ കിടകിടാച്ചി അല്ല, ജമീലല്ല, എൽസ. എൽസ പാട്ട് പാടിക്ക്, പാട് പാട്. ആ ജമീൻ പറഞ്ഞ ജമീനറിയാം, അറിയില്ല. ജമീൻ പാടുവാ. ജമീൻ പാടിയണ്ട ഒരു പാട്ട്. കുത്തണ്ട, കൈമലെടുത്തോ. പാട്ട് പാടണയാ ആയിട്ടാ. പിസ്സ പാടുന്നാ? പിസ്സ ചോട്ടെ, പാടാൻ പിടിച്ചോട്ടെ. കുഴപ്പം തന്നെ. പാടാൻ പിടിമോനെ, പാടാൻ പിടി. अगलावा मजबूरी नो आन जानत पसूरी नो जहर बने हाँ तेरे पीछावा में पूरी नो आना सियो नैया या दिल भाग भाग भर टकराया खागा पूरे दस जावे
भावा घूरे चूरी नो रवाज बाबाज ओनो लगाव कोई मैनू ना रोके डोल जितैया दी तेरे अपरक में हवे पूरा वे दिल तेरा पूरा भी ना होवे മാഷാഅല്ലാ അടിപൊളിയായി അതേപോലെ ഹലോ ഫ്രണ്ട്സ് ഇത് കാണുന്നില്ല നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സീന് ഓവർടേക്ക് ചെയ്ത് പോണ്ടേ കത്തിക്കട്ടെ ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഞാൻ ചെലവാക്കിയതാണ് ഇത് കത്തിക്കട്ടെ കത്തിച്ച് കേട്ടാ തെങ്ങും തൈ നല്ല രസമുണ്ട് അവരവിടെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് സീൻ അടിപൊളി നമ്മളെ മറ്റേ റീൽസ് എല്ലാം ചെയ്താൽ പോലെ അടിപൊളി കണ്ടാൽ കൊതി കൊണ്ട് കരട് കൊതി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എന്താ പറയാ ഇപ്പൊ പരുത്തിട്ട് ഇങ്ങനെ നടക്കുക ഇതാ വന്ന് കണ്ടിട്ടുണ്ട് ഓനെ ഇതിലോട്ട് നടന്നു വരുന്നത് സ്ഥലമില്ല അപ്പൊ ഇതിലോട്ട് വരുവാ ഇവിടെ ലോക്ക് ചെയ്തല്ലോ ഇതെങ്ങനെ വരുന്നത് അമ്മ തന്നെ ചോദിക്കുന്നത് ഇതൊരു സ്ഥലമില്ലേ പടച്ചാൻ പൂരാനെ നമ്മളോട് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഇതാ ബ്ലോക്ക് ആ മാഷാഅല്ലാ മുത്ത് നമ്മളെ മുത്ത് കണ്ട വന്നിട്ടുണ്ട് ഇതാ നമ്മളെ മാണിക്കക്കല്ല് ഇതാണ് ഞാൻ പറഞ്ഞ മാണിക്കക്കല്ലേ നല്ല മുത്താണ് ഇവനാണ് എന്റെ മൊബൈൽ എല്ലാം കൂടി അല്ല ഈ ലെവലിൽ എത്തിച്ചാൽ പോയി നോക്കി ഞാൻ ഒറ്റപ്പെട്ട പോലെയായി ഇപ്പൊ വന്നോക്ക് എനിക്ക് ഭയങ്കര സന്തോഷം മാഷാഅല്ലാ ഞാൻ ഇന്നലെ ഉറങ്ങി ഇവനെ ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം മൊബൈൽ ഞാൻ പറഞ്ഞില്ലേ മൊബൈലിന്റെ എല്ലാ കാര്യങ്ങളും പിക്ചേഴ്സ് ആയാലും സെറ്റിംഗ്സ് ആയാലും അതായത് ഗൂഗിളിന്റെ ഏത് സംഭവം ഉണ്ടെങ്കിലും നമ്മുടെ മുത്തും കണ്ട് ശരിയാക്കി തരുന്ന ഇവ ഇല്ലാത്തതുകൊണ്ട് എത്ര ഞാൻ വിഷമിച്ചെന്നറിയാം പുതിയ ഫോൺ എല്ലാം സെറ്റപ്പായിട്ട് എന്ത് ചെയ്യണ്ടേ എല്ലാവർക്കും സന്തോഷം തന്നെ ഞാൻ ഇന്നലെ ഉറക്കുവിന് ഇത് വളരെയധികം സന്തോഷം മാഷാഅല്ലാ നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇതാ അല്ല ഹോട്ടലിന്റെ പേരെന്നോ ഹോട്ടലിന്റെ പേരെന്നാ പാരഡൈസ് ഹോട്ടൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാ നടന്നോ ചോട്ടോ എന്താ കഴിക്കുന്നത് അതൊന്നും ചെയ്യാം ഒന്നും വിഷയമല്ല അതെല്ലാം ചെയ്യാം അതൊന്നും പ്രശ്നമില്ല എപ്പോഴോ എവിടെ വന്ന് പാരഡൈസിൽ പൊറോട്ടയും നൂൽ പൊറോട്ട അടിക്കാൻ വന്നിന് ആശ്രക്കട ഉണ്ട് ഫുൾ ചെലവ് കുറവാകാന്ന് പറഞ്ഞാൽ വന്നത് അല്ലെങ്കിൽ വരൂല നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങാണ്ടി പോകുന്നത് കാഷില് ഇത് കാഷ്യറാണ് കുറെ സ്റ്റാഫ് ഉണ്ട് അപ്പൊ എന്താന്നുള്ളത് ഇവരോട് ചോദിക്കാം നമ്മളൊരു പാരമ്പര്യമായിട്ട് ഉള്ള ഹോട്ടലാണ് പാപ്പന്റെ പാപ്പ അമ്മ അവര് തുടങ്ങിയ ഹോട്ടലാണ് ഇവിടെ വരെ എത്തി നമ്മുടെ കസ്റ്റമറുകളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയുകയും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അറിയിച്ച് അതിന് നമ്മൾ തരണം ചെയ്തുകൊണ്ട് എല്ലാവിധ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവരൊക്കെ ഇവിടെ വരെയൊക്കെ എത്തി മാഷാഅല്ലാ കുഴപ്പമില്ല നമ്മുടെ സഹകരണങ്ങളൊക്കെ നമ്മൾ ഇവിടെ മാക്സിമം വൃത്തിയായിട്ടും നല്ല സർവീസായിട്ടും ക്വാളിറ്റി ഫുഡ് കൊടുക്കണമെന്നാണ് നമ്മളെ ആഗ്രഹം കൊടുത്തുകൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരു കസ്റ്റമറും പോയത് രണ്ടാമത് ഭക്ഷണം കഴിക്കാൻ വരുന്നതിൻ്റെ ഒരു കാരണം മനസ്സിലാക്കുന്നത് പിന്നെ സർവീസ് നന്നാവണം പ്രധാനമായിട്ട് അതാണ് ക്വാളിറ്റി ഫുഡാവണം രണ്ടും ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് നമുക്ക് കസ്റ്റമർ ഉണ്ട് ഇതാണ് എനിക്ക് നമ്മളെ ഹോട്ടലിൽ വെച്ചാൽ പിന്നെ 53 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട് പൊളിക്കുമ്പോൾ ബാക്കി നമ്മളും പൊളിച്ച് പാർക്കിംഗ് ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഞാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥന ഉൾപ്പെടുത്തി താങ്ക് യു